ഹായ് ഹലോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഹാപ്പി ഹൈപ്പ്. 2 ദിവസമായിട്ട് മക്കയിൽ നല്ല മഴയാണ്. അങ്ങനെ ഈ കാലാവസ്ഥയൊക്കെ ഒന്ന് തണുത്ത് വന്നപ്പോൾ നമുക്കൊരു ചായ കുടിക്കാനൊരാഗ്രഹം തോന്നി. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അസീസിയയിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ജീലൂസ് കഫേയിലാണ്. അപ്പോൾ ജീലൂസ് കഫേയിലെ വിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. യല്ലാ. അപ്പൊ ആലിയ, എന്താ പാട്? ഹാപ്പി അല്ലേ? ഇത്രയും പലഹാരങ്ങളൊക്കെ കണ്ടപ്പോ എന്ത് തോന്നുന്നു? പിന്നെ കണ്ണൂർ പുതിയാപ്ല സൽക്കാരത്തിൻ്റെ വെക്കട വെറൈറ്റി പലഹാരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ജീലൂസ് കഫേന്ന് കണ്ടിട്ടുള്ളത്. സാധാരണ എല്ലായിടത്തും ചെന്നാലും ഒരു ഉള്ളിവട, സമൂസ, പഴംപൊരി ഇതൊക്കെയാണ് കിട്ടുക. ലിമിറ്റഡ് ഓപ്ഷൻസ് ഉണ്ടാവല്ലോ അല്ലേ? അതെ, ഇവിടെ ഓരോ ദിവസം ഓരോ വെറൈറ്റീസ് ആണ്. ഓരോന്ന് പറഞ്ഞെടുത്താ മുട്ടമാല, മുട്ടസുർക്ക, പിന്നെ വരുന്നത് സേമിയ പോള, പിന്നെ നമ്മുടെ ഉന്നക്കായ, ഇതിന്റെ പേരെന്തായിരുന്നു? ഏലാഞ്ചി. യെസ്. ഇത് നമ്മുടെ ഇറച്ചിപ്പത്തിരി, മീനട, മുട്ടയട, നമ്മുടെ ഫോറിനറാണത് ഇറാനി പോള, പിന്നെ നല്ല ചായ അതിന്റെ കൂടെ. ആലി, ഈ മുട്ടസുർക്ക, മുട്ടമാല എന്നൊക്കെ കേട്ടിട്ടുണ്ടാ? മീൻസ് താനൂര് വരുന്നതിന്റെ മുന്നേ കേട്ടിട്ടുണ്ടാ? ഇല്ല, നമ്മുടെ കരുനാപ്പള്ളിയിലില്ല. അതാണ് ഈ നമ്മുടെ ഈ തെക്കൻ ഏരിയയിലുള്ളവർക്കൊന്നും ഈ മുട്ടസുർക്ക, മുട്ടമാല ഒന്നും അത്ര ഫെമിലിയർ അല്ല. ആലി തന്നെ ഇത് കേട്ടത് എപ്പോഴാണ്? കല്യാണം കഴിഞ്ഞ് നമ്മളെ പെരയില് ഫസ്റ്റ് സൽക്കാരത്തിന് വന്നപ്പോഴാണ്. സൽക്കാരത്തിന്റെ അന്നാണ് ഫസ്റ്റ് ആയിട്ട് ഈ സാധനം കാണുന്നത്. അതേമാതിരി തന്നെയാണ് ഇവിടെ ഉള്ള നമ്മളിവിടെ മക്കത്ത് ഒരുപാട് ആൾക്കാർ മലയാളികളിൽ തന്നെ തെക്കൻ ഏരിയയിലുള്ളവരുണ്ട്. അവർക്കൊക്കെ ഈ ഒരു സാധനം ഫെമിലിയർ അല്ല, കണ്ടിട്ടില്ല ആരും. അപ്പൊ അവർക്കിത് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കണ തന്നെ നമ്മളെ ജീലൂസ് കഫേ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുറത്തു പോയി കഴിച്ചത് ഓക്കെ, പക്ഷെ മക്കത്തുനിന്ന് ഒരു മനുഷ്യൻ അത് കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം, ഒന്നാമത് എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇത് കഴിക്കേണ്ട ഒരു രീതിയാണ് കേട്ടോ. ഈ മുട്ടസുർക്കന്റെ കൂടെ ആ മാലയും കൂടി കൂട്ടിയിട്ട് ഇതങ്ങനെ അടിപൊളിയാണ്. ഇതെല്ലാരും ഒന്ന് വന്നാണ് തിന്നു നോക്കണം. മേ ബി ഇത് മുട്ടന്റെ വെള്ളയും ഇത് മുട്ടന്റെ മഞ്ഞയും വെച്ചിട്ട് ഉണ്ടാക്കണതാണ്. അപ്പോൾ ചിലർക്ക് ഇത് ഇങ്ങനെ തോന്നുന്നു ഈ മുട്ടന്റെ കൂടെ ഒരു മധുരം വരുമ്പോൾ അത് എങ്ങനെ കഴിക്കാണ്. പക്ഷെ ഒരു വട്ടെങ്കിലും നിങ്ങളിത് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഫാനായി പോകും. നമുക്ക് സത്യം പറഞ്ഞത് ഇങ്ങനെ കണ്ടപ്പോഴേ ഫസ്റ്റ് ഉദ്ഘാടനത്തിന്റെ അന്ന് നമ്മളിവിടെ വന്നിരുന്നു. അന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയത് ഇങ്ങനത്തെ കടികൾ മക്കത്ത് കണ്ടപ്പോൾ. ഇങ്ങനെ കഴിക്കല്ലേ, ആ മഞ്ഞയും കൂടി കൂട്ടിയിട്ട് കഴിക്കുക, അപ്പോഴേ അതിനെ എന്താ അറിയുള്ളൂ, ആ കറക്റ്റ് ആ മധുരം ബാലൻസ് ആവുള്ളൂ. മറ്റേത് ഒറ്റക്ക് തിന്നുമ്പോൾ ഭയങ്കര മധുരം, മറ്റേന് മധുരം ഇല്ലാത്ത മാതിരി നിങ്ങൾക്ക് തോന്നും. എങ്ങനെയുണ്ട് മിക്സ് ചെയ്തപ്പോ? അതാ, ഒറ്റക്ക് തിന്നണോ മിക്സ് ചെയ്ത് തിന്നണോ രണ്ടാണ്. നമ്മളേ പലതരം പോളയും കഴിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോ നമ്മളിപ്പോ ഇവിടെ പാനൂരിൽ നിന്നാണെങ്കിൽ ക്യാരറ്റ് പോള ഒക്കെ ഇറാനി പോളൊക്കെ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ സേമിയ പോള ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കാണാത്തതാണോന്ന് അറിയില്ല കേട്ടോ. ഞാനത് ഫസ്റ്റ് കണ്ടപ്പോൾ ചട്ടിപ്പത്തിരിയാന്ന് വിചാരിച്ചത്. പക്ഷെ ഇത് സേമിയ പോളയാണ് പറഞ്ഞപ്പോഴാണ് എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചത്. നമ്മുടെ വീട്ടിലൊക്കെ വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പോഴേ ഉമ്മ ഉണ്ടാക്കി തരും. എന്ത് സേമിയ വരയ്ക്കാണ്ട് പാലില് വരയ്ക്കാണ്ട് തരും. അതിൻ്റെ ഒരു സെയിം ടെക്സ്ചറാണ് ഇതിന് വരുന്നത്. നമ്മളെ ഒരു ഏലാഞ്ചി, തേങ്ങയും ജീരകം, നല്ല ജീരകം, ഇത് ഈ പഴം കൂടി വെക്കൂട്ടെ ഞങ്ങളവിടെയൊക്കെ. നമ്മുടെ ഇവിടെ പാലടാന്ന് പറയാ. ഈ പുറത്തുള്ള ഇതിനല്ലേ? അല്ല, ഇങ്ങനെ മധുര ഫില്ലിങ് ഉണ്ടാവും. പാലടാന്ന് പറയാ. നമ്മുടെ ഏലാഞ്ചി എന്ന് പറയാം. ഇത് മൈദന്റെ ആണ് കവറിങ് വരുന്നത്. ബട്ട് ഫില്ലിംഗ് വിൽ ബി സ്വീറ്റ്. പാലടാന്ന് പറയുന്നത് അതിനെ സെയിം തന്നെയാണ് ഈ സാധനം. പക്ഷെ ഞങ്ങളിവിടെ കുറച്ച് പഴം ഇടലുണ്ട്. ചിലരിടും ചിലരിടൂല. അങ്ങനെ മധുരത്തിന്റെ കാറ്റഗറിയിലെ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഇതാണ് പലഹാരമാണ് ഉന്നക്കായ. ഉന്നക്കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു സത്യം പറഞ്ഞാലല്ലോ ഈ സൽക്കാരങ്ങളെ ഓർമ്മ വരെ.
നമ്മളവിടെയൊക്കെ ഏത് സൽക്കാരത്തിനും ഒരുവിധ സൽക്കാരങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നതാണ് ഉന്നക്കായ. പഴം അങ്ങനെ ഉണ്ട്. സാധാരണ എനിക്ക് എപ്പോഴും കിട്ടുമ്പോൾ ഫൗള് വരുന്നത് ഈ വേവാത്ത പഴം കൊണ്ടാണ് അവര് ലെയർ. സൈസ് കുറച്ച് കുറയ്ക്കാം, ഭയങ്കര വലുതാ. നല്ല വെന്ത പഴമാണ്, നല്ല മധുരമുള്ള പഴമാണ്. ഇതിന്റെ ഒക്കെ ഇടയിലേ ഈ ചായ എങ്ങനെ ഇടക്കിടക്ക് കുടിക്കണം, എന്നാലേ ഇതൊക്കെ ഒന്ന് ബ്ലെൻഡായി കിട്ടുള്ളൂ. അവിടെ മക്കയിലെ പ്രശസ്ത ഗായകൻ ഷബീർ ഉണ്ടാക്കിയ ചായ കേട്ടോ. ഷബീറിന്റെ സ്പെഷ്യൽ ചായയാണ്. ഷബീറിന്റെ പാട്ട് പോലെ തന്നെ ചായയും സൂപ്പർ. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന മധുരമുള്ള കടികളാണ്. ഇനി എരിവുള്ള കടികളുണ്ട് കേട്ടോ ഇവിടെ, നമുക്കത് കഴിച്ചോക്കാം. ഇതൊന്നും വിട്ടുതരാൻ പറ്റൂല കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോഴേ ഇവിടെ എപ്പോഴും ഉണ്ടാവുക ഒരു ഇതേ ഒരു കളറില് ഉള്ളില് ഷവർമ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കടി, അതിന്റെ ഫേവറേറ്റ്. അതൊന്നില്ല, പക്ഷെ അതൊരു മസ്റ്റ് ട്രൈ ആണ്. നമുക്കിന്ന് വീഡിയോയില് കാണിച്ചു തരാൻ വയ്യ, പക്ഷെ ഇപ്പൊ എല്ലാ മക്കൾക്കാർക്കും ഫെമിലിയർ ആയിട്ടുണ്ടാവും ആ കടി. അപ്പൊ എല്ലാരും ഇനി കഴിക്കാത്തവരാരുണ്ടെങ്കിൽ അതൊന്ന് വന്ന് കഴിച്ചു നോക്കിട്ടാ. ഞാൻ സത്യം പറഞ്ഞാൽ അതാന്ന് വിചാരിച്ചു, പക്ഷെ ഇത് ഇറച്ചിപ്പത്തിരി ആയിരുന്നു. പിന്നെ അതിന്റെ ഷേപ്പിൽ ചെറിയ മാറ്റങ്ങൾ തോന്നിയപ്പോൾ, മറ്റേ റൗണ്ടാണ്, ഇത് ട്രയാങ്കിളിന്റെ ഒരു അഞ്ചനായി വരും, ആ ഒരു ഷേപ്പാണ്. ചെമ്മീന്റെ ഫ്ലേവർ ഒന്നാണ്ട് നോക്കിയാ. ഇറച്ചിപ്പത്തിരി ചെമ്മീനാണല്ലോ. അങ്ങനെ ശരി, ഇത് ചെമ്മീനാണ്, ഇറച്ചിപ്പത്തിരി അല്ല കേട്ടോ. നമ്മൾ ഞാനതാണ് ചെമ്മീന്റെ ഫ്ലേവർ കിട്ടിയപ്പോഴേ ഇത് എവിടുന്നാ ഇങ്ങനെ നോക്കുകയാണ്. ഇത് കറക്റ്റ് നല്ല ചെമ്മീനാടാണ്. നോക്ക്, നല്ല ചെമ്മീന്റെ മസാല അല്ലേ. ആലി, എനിക്ക് ഇവിടുത്തെ വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ അറിയും. വെള്ളിയാഴ്ച ഇവിടെ കല്ലുമ്മക്കായ പല ഫ്ലേവറിൽ, കാന്താരി, പിന്നെ അല്ലാതെ നോർമൽ കല്ലുമ്മക്കായ പൊരിച്ച്, മീൻസ് നമ്മള് ബീച്ചിനൊക്കെ കഴിക്കൂലേ മസാലക്ക്, അതേമാതിരത്തെ കല്ലുമ്മക്കായും. പോരാത്തതിന് ഇവിടെ അടിപൊളി പാട്ടുകളും ഉണ്ടാവും. ഇവിടെ മൈക്കൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പാടി കല്ലുമ്മക്കായൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. പക്ഷെ നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് മിസ്സാവും, വരാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അതിന്റെ മുമ്പത്തെ പ്രാവശ്യം പറഞ്ഞത് നമുക്ക് 2 പ്രാവശ്യം വരാൻ പറ്റില്ല. ഈ വരുന്ന ആഴ്ച നമുക്ക് ഉഷാറാക്കണം കേട്ടോ. നമുക്ക് വന്നിട്ട് ഇത് മീനട, അങ്ങനെ ഇഷ്ടമാണോ മീനട? പെരുന്നാളിന്റെ തലേന്ന് ഓർമ്മ മമ്മി ഉണ്ടാക്കണ മീനട. പക്ഷെ അതിന് ഈ ചുവപ്പ് മസാല പുറത്തുണ്ടാവില്ലല്ലേ, നമ്മൾ വെള്ള അട ഉണ്ടാക്കുന്നത്. നല്ല ഓവർ എരിവില്ല കേട്ടോ മസാലക്ക്. അതും ഇങ്ങനെ ഈ അട എന്ന് പറയുന്നത് ഫില്ലിങ്, നല്ല ഫില്ലിങ്ങും ഉണ്ട്, അടയുടെ തിക്നെസ്സും വളരെ കുറവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് ഈ പ്രതീക്ഷിക്കണ്ട, ഇത് ഞാൻ തിന്നു. ഇത് നമ്മൾ കുലുക്കി കഴിഞ്ഞാൽ അത് കുലിക്കോ? ഇത് ബൂസ്റ്റ് ജ്യൂസും ഹോർലിക്സ് ജ്യൂസും കുലുക്കി കുടിച്ചാൽ അത് കുലിക്കോ? ഷെയ്ക്ക് അല്ല, ഒരു ജ്യൂസ്. കുറെ എരിവൊക്കെ ഉള്ളത് കഴിച്ചപ്പോഴേ ഒരു തണുത്തത് ഇങ്ങോട്ട് കിട്ടിയപ്പോ ഒരു സുഖം ഉണ്ടായിരുന്നു. അത് അങ്ങനെ കുടിച്ചു പോയത്. ഇത് ഹോർലിക്സ്. എനിക്ക് ഹോർലിക്സ് ഇഷ്ടമല്ലല്ലോ, ഇതിന്റെ ഹോർലിക്സ്. ബൂസ്റ്റ് ഞാൻ കുടിച്ചിട്ട് തരാം. ബൂസ്റ്റ് അടിപൊളി. നമ്മൾ കാണാത്ത കുറെ ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മുടെ ജീലൂസ് കഫേന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ബ്രോസ്റ്റൽമിന നോട് ചേർന്നിട്ട് നമ്മുടെ പഴയ മുന്താസ് ഹോട്ടലിൻ്റെയും ഹിദായ ടവറിൻ്റെയും ഒക്കെ സെൻട്രലായിട്ട് വരും. അപ്പം നമ്മൾ മലയാളികൾ എന്നും ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ ആരും കയറാൻ മറക്കരുത്, കഴിക്കും. ഇവിടെയുള്ള കടികൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. So it's me Alia and Emil signing off from The Happy Hive. Stay tuned. Bye bye.